ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. അരിയും റാഗിയും ചേർത്ത അപ്പവും മുട്ടക്കറി. ഇത് എളുപ്പത്തിലുണ്ടാക്കിയ മുട്ടക്കറിയാണ്. ഈ മുട്ടക്കറി വെച്ച് എങ്ങനെയാണെന്ന് അപ്പം ത്തിനുള്ള ഒരു പെട്ടെന്നുണ്ടാക്കാവുന്ന കറി. അപ്പം നമുക്കിനി ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് കാണാം. ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് സമീകൃതമായിട്ടുള്ള അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ്. റാഗി അരിപ്പയ്ക്കകത്ത് വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് കൈകാര്യം ചെയ്യാൻ എളുപ്പമുണ്ട്. ഇതാണെങ്കിൽ അരിപ്പയ്ക്കകത്ത് തന്നെ കഴുകി നമുക്ക് നേരെ മിക്സർ ജാറിലേക്ക് ഇട്ടാൽ മതി. ഇങ്ങനെ ഇതെവിടെ ഇരുന്ന് കുതിർന്നോളും. അരിയും റാഗിയും കഴുകിയെടുത്ത് തേങ്ങയും ഈസ്റ്റും ചേർത്ത് നമ്മൾ അരച്ചെടുത്തു. ഇനി നമുക്കിത് പുളിക്കാനായിട്ട് വയ്ക്കാം. നാളെ രാവിലെ നമുക്ക് അപ്പം ചുടാം. അതിനു മുമ്പ് കറി ഉണ്ടാക്കാം. റാഗിയും അരിയും കൂടെയുള്ള അപ്പമാണ്. അപ്പത്തിന് പറ്റിയൊരു മുട്ടക്കറി എളുപ്പത്തിലുണ്ടാക്കാം. മുട്ട പുഴുങ്ങുന്നൊന്നുമില്ല. എണ്ണ ഒഴിച്ചു കൊടുത്തു. കടുകിട്ട് കൊടുക്കാം. ഇനി ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് കൊച്ചുള്ളി ഇടാം. ഒരു പൊടിക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള, ഒരൽപ്പം ഉപ്പ് ഇട്ട് ഇതങ്ങ് വഴറ്റിയെടുക്കാം. മീഡിയം സവോള ഉണ്ടായിരുന്നാൽ അത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മുടെ പതിവ് പൊടികൾ: മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരൽപ്പം ചേർക്കാം. അരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞാനിവിടെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ടാം പാൽ ഒരൽപ്പം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മുട്ടയല്ലേ, തേങ്ങാപ്പാലും ചേർക്കുന്നതല്ലേ, അപ്പം നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. നിറച്ചില്ലായിരുന്നു, അതുകൊണ്ട് ഇച്ചിരി ചേർത്ത്. ഇനി ഗരം മസാലേൻ്റെ ഇത് തീർന്നു. ആകെ 1/2 ടീസ്പൂൺ അതങ്ങ് ചേർത്തു. ഇനി നമുക്ക് അടുത്ത ദിവസം ഗരം മസാല പൊടിക്കാം. അപ്പോൾ ആ തേങ്ങാപ്പാലും കിടന്ന ആ പൊടികളൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് എണ്ണ തെളിയുന്നോടും വരെ ഇളക്കാം. ഇനി നമ്മൾ തന്നെ വറുത്ത് പൊടിച്ച മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് പച്ച ചുവയ്ക്കൊന്നുമില്ല. അതുകൊണ്ട് നന്നായിട്ട് എണ്ണ തെളിയണമെന്ന് നിർബന്ധമില്ല. വാങ്ങിക്കുന്ന പൊടികളൊക്കെയാണെങ്കിൽ നമുക്ക് ചിലപ്പം കളിയിട്ടും പച്ച ചുവയ്ക്കും. നന്നായിട്ട് എണ്ണയ്ക്കകത്ത് കിടന്ന് മൂത്തില്ലെങ്കിൽ. ഇതിപ്പം നമ്മൾ തന്നെ പൊടിച്ച കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയൊക്കെയാണ്. അതുകൊണ്ട് വെള്ളം ജസ്റ്റ് ഒന്ന് പറ്റിയിട്ടുണ്ട്. നമുക്കിനി രണ്ടാം പാലാണിത്, അത് ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഇവിടെ ഇരിപ്പുണ്ടേ, ഈ അടപ്പിന് താഴെ. ഇത്ര തേങ്ങ പിരിയുള്ളൂ, അതിൻ്റെ പാല് നമ്മൾ പാലെടുത്തിട്ടുള്ളൂ. ഇനി തീയൊന്ന് കൂട്ടി വെച്ച് ഇതൊന്ന് തിളയ്ക്കാൻ വെയിറ്റ് ചെയ്യാം. ഉപ്പ് മതിയോ നമുക്കൊന്ന് നോക്കുകയും ചെയ്യാം. ഒരൽപ്പം കുറവുണ്ട്, ഒരൽപ്പം ഉപ്പ് ചേർക്കാം. ഇനി ഞാനിവിടെ 2 മുട്ട, ഇതിവിടെ അതിനകത്തോട്ട് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. മുട്ട ഉടച്ചൊഴിച്ചാലും മതി. പക്ഷേ ഇന്ന് കറിവേപ്പില ഇട്ട് ഇച്ചിരി ഉപ്പ് ഒഴിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. വെള്ള ഉണ്ണി ഒന്ന് യോജിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ കറി ഇപ്പം തിളച്ചു. ഇനി നമുക്ക് ഇത് ഓരോ സ്പൂണായിട്ട് മുട്ടയ്ക്കകത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്തായിരുന്നു. ഇനി നമുക്കൊരൽപ്പം കുരുമുളക് പൊടി ചേർക്കാം.
ഒപ്പം തന്നെ നമ്മുടെ ഒന്നാം പാലും ചേർക്കാം. അത് ചേർക്കുമ്പോഴാണ് കറിയാകുന്നത് കേട്ടോ. ഇനി പതിയെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. പെട്ടെന്ന് 2 മിനിറ്റിൽ നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കി. ഇനി നമുക്ക് അപ്പം ചുടാം. ഇതങ്ങ് വാങ്ങി വെച്ചിട്ട് ദോശക്കല്ല് അടുപ്പത്ത് വയ്ക്കാം. ദോശക്കല്ല് ചൂടായി. അതിലൊരൽപ്പം തുരുമ്പിൻ്റെ നിറവുണ്ട്. ഈ കാസ്റ്റേണിൻ്റെ മേടിച്ചപ്പത്തൊട്ട് അങ്ങനെയാണ്. നമ്മൾ 2 ദിവസം എടുക്കാതിരുന്നാൽ ദോശക്കല്ല് തുരുമ്പ് കയറും. ഞാനൊരൽപ്പം നല്ലെണ്ണയാണ് തൂത്തിരിക്കുന്നത്. നമ്മുടെ തൂക്കുന്ന ബ്രഷ് കണ്ടോ ഞാൻ എങ്ങനെ വെച്ചിരിക്കുന്നതെന്ന്. ഒരു അടപ്പിനൊരു തുളയുണ്ടാക്കി അതിനകത്തേക്ക് ചൂടായിട്ടുണ്ട് ദോശക്കല്ല്. നമുക്ക് നമ്മുടെ അപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത് പച്ചരിയും റാഗിയും തേങ്ങയും ഈസ്റ്റും കൂടെ ചേർത്താണ്. ഇത് നമുക്ക് വേണമെങ്കിൽ അപ്പച്ചട്ടിയിലും ചുട്ടെടുക്കാം. മൂടി വെച്ച് വേവിക്കാം. ഇങ്ങനെ നമുക്ക് അപ്പങ്ങൾ ഓരോന്നായിട്ട് ചുട്ടെടുത്ത് മുട്ടക്കറിയും കൂട്ടി കഴിക്കാം. നമ്മുടെ അപ്പം വെന്തിട്ടുണ്ട്, നമുക്കെടുക്കാം. ഒരു പ്രാവശ്യം കൂടെ എണ്ണ നമുക്ക് തൂത്ത് കൊടുക്കാം അല്ലേ. പിന്നെ എണ്ണ തൂക്കണമെന്നില്ല. ഈ എണ്ണ തന്നെ നല്ലെണ്ണ ഞാൻ തൂത്തത്. നല്ലെണ്ണ തന്നെ തൂക്കണം എന്നൊന്നുമില്ല. നെയ്യോ എന്ത് വേണേലും നമുക്ക് തൂക്കാം കേട്ടോ. ചൂടോടെ കഴിക്കാം അല്ലേ. നമ്മളിങ്ങനെ റാഗിയൊക്കെ ചേർത്തുണ്ടാക്കുമ്പം നമുക്ക് പെട്ടെന്ന് വിശപ്പ് പോകും. അല്ലെങ്കിൽ നമ്മൾ അളവ് കുറച്ചേ കഴിക്കുള്ളൂ കേട്ടോ. രണ്ടും മൂന്നും അപ്പം തിന്നുന്നവർക്ക് ഒരപ്പം കഴിച്ചാൽ മതിയാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.